ഈ വലിയ ആക്ടേഴ്സ് ഈ ഫ്ലോഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ഗംഭീരം പെർഫോമൻസുകളുണ്ട്. പക്ഷേ ഇപ്പോൾ നോ കൺട്രി ഫോർ ഓൾഡ് മെൻ ഒക്കെ ക്ലാസിക് എക്സാമ്പിളാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഉയരങ്ങളിൽ ശ്രീ മോഹൻലാൽ ചെയ്തിട്ടുള്ള വേഷം, ഇപ്പോൾ മമ്മൂക്കയുടെ തന്നെ എത്രയോ വിധേയനുണ്ട്, നമുക്ക് അങ്ങനെ ഒരുപാട് വേഷപ്പകർച്ചകളുണ്ട്. പലപ്പോഴും ഇവരിലേക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, അതായത് തെറ്റും ശരിയുടെ ഒരു സമ്മിശ്രിത രൂപമുള്ള കഥാപാത്ര നിർമ്മിതികൾ കിട്ടുമ്പോഴാണ് അവർ കുറച്ചും കൂടി കൈ നിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രഹ്മരത്തിൻ്റെ ഒക്കെ ഒരു ആർക്കുണ്ടല്ലോ, അതിൽ ലാലേട്ടൻ ചെയ്തൊരു വിധം അത് പേഴ്സണലി വളരെ എക്സൈറ്റിങ്. ഇപ്പോൾ റോഷാക്കിന് അദ്ദേഹത്തിനുള്ള ഒരു ആർക്കുണ്ട്, ആത്മാവിനോട് പ്രതികാരം ചെയ്യുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന ഒരു എസ്റ്റസി. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും കൂടി കിട്ടുമ്പോൾ അവരും വളരെ സന്തോഷവാന്മാരാണ്. സ്ഥിരം വാർപ്പ് മാതൃകകളല്ലാതെ കിട്ടുമ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടോ? അത് പിന്നെ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഉദാഹരണങ്ങളും ഈ സിനിമയായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കാൻ എനിക്ക് പരിമിതികളുണ്ട്. എന്നാലും ഇത് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പലതരം ഷെയ്ഡ്സ് ഉള്ളൊരു കഥാപാത്രമാണ്. അപ്പം ഒബ്വിയസ്ലി അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇപ്പൊ ഇവരൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് പ്രൂവൺ ആയിട്ടുള്ള ആക്ടേഴ്സാണ്, അങ്ങനത്തെ റേഞ്ച് ഉള്ളവരാണ്. അപ്പം എപ്പോഴും ഒരുപാട് കഴിവുള്ള ആക്ടേഴ്സ് തന്നെ അവർക്ക് അവരുടെ കഴിവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ വേരിയേഷൻസ് ഉള്ള പരിപാടികൾ ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോഴാണല്ലോ അങ്ങനത്തെ സ്കോപ്പ് ഉണ്ടാകുന്നത്. മറ്റേ കുറച്ചൊക്കെ വൺ ഡൈമെൻഷണൽ ആവാറുണ്ട് ചില പരിപാടികളിൽ. അപ്പോൾ ഇതിനകത്ത് അങ്ങനത്തെ കുറച്ച് വേരിയേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറൈസേഷൻ ആണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ലാംഗ്വേജസിലേക്ക് സൂപ്പർ സ്റ്റാർസിനെ നോക്കുമ്പോൾ ഇപ്പോൾ കമൽഹാസൻ ഇപ്പോൾ കൂലിയിൽ നാഗാർജുന നെഗറ്റീവ് ഷെയ്ഡാണെന്ന് പറയുന്നു. അതല്ലാതെ അവിടുത്തെ സൂപ്പർ സ്റ്റാർസ് ആരും ഈ നെഗറ്റീവ് ഷെയ്ഡോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ലെയറോ നെഗറ്റീവ് ഷെയ്ഡ് പോട്ടെ, കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെ ചെയ്യുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെയാണ് ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കയായാലും സുരേഷ് ഏട്ടനായാലും ഒക്കെയും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഒരു കൊതിയ വരലുണ്ട്. ഇപ്പോൾ സുരേഷ് ഏട്ടൻ ഇപ്പോൾ പോലൊരു സിനിമയിൽ പോയിട്ട് അങ്ങനെ ഒരു വലിയ വേഷമൊന്നും ചെയ്യില്ലല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരിൽ കൊണ്ട് ശരിക്കും സമ്പന്നമല്ലേ, നമ്മൾ ആ ക്യാരക്ടേഴ്സായിട്ട് അവരിലേക്ക് എത്താത്ത തന്നെയല്ലേ കുഴപ്പം? അത് തന്നെയാണ് തോന്നുന്നത്. കാരണം ഈ പറയുന്ന പോലെ മറ്റ് പല ഭാഷയിലുള്ള പല നടന്മാരും കുറേയൊക്കെ വൺ ഡൈമെൻഷനിലാണ് അവർ എനിക്ക് തോന്നുന്നു കുറേ കൂടെ ആ സ്റ്റാർഡത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനുള്ള ത്വരയിലാണ് അവർ പോകുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഈ പറഞ്ഞ നമ്മുടെ വലിയ സ്റ്റാർഡമുള്ള നടന്മാർ അവർ വളരെ വളരെ ഡൈമെൻഷൻസൊക്കെ പിന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള നടന്മാരും കൂടെയാണ്. അതിനപ്പുറത്തോട്ട് അവർക്ക് ആ സ്റ്റാർഡത്തിൻ്റെ മേൽ കിട്ടുന്നുള്ള പ്രിവിലേജിനൊക്കെ അപ്പുറത്ത് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ സ്വയം പുതുക്കാനും പുതിയ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ത്വര അവർക്ക് ഇപ്പോഴും ഉണ്ട്. അത് നമ്മുടെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവരുടെ അങ്ങനത്തെ സൈഡ് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സ്പേസ് അവർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ മറ്റ് പല സ്ഥലങ്ങളിലുള്ള നടന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഒരു എക്സ്ട്രീംലി വി ആർ ലക്കി എന്ന് തോന്നുന്നു. അത് കാരണം അങ്ങനെ ഒരു ത്വര അവർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു സ്പേസ് അവർ തരുന്നത്. വെറുതെ സ്റ്റാർഡത്തിൻ്റെ ആഘോഷങ്ങളുടെയും പുറകെ മാത്രം പോകാതെ ഇതുപോലെ ഒരു സൈഡും കൂടെ അവർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ബ്രഹ്മയുഗത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് ഒരു ചിരി ഉണ്ടായിരുന്നു ശ്രീ മമ്മൂട്ടിയുടെ. അപ്പോൾ ആ ചിരി പിന്നീട് എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോയി നോക്കുമ്പോൾ അറിയാം ഒരു എൻറ്റിറ്റി ഉള്ളിലിരുന്ന ആ ഇൻഫ്ലുവൻസ് കൊണ്ടുള്ള ഒരു ചിരി. അതിന് വേറെ തന്നെ കുറെ മാനങ്ങളുണ്ടല്ലോ. ഇപ്പൊ കളങ്കാവലിലും അങ്ങനെ ഒരു ചിരി തേർഡ് ലുക്ക് പോസ്റ്റർ ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു ഡെവിലിഷ് നേച്ചർ നമുക്ക് കാണാനുണ്ട്, നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന എന്താണ് ഉദ്ദേശിക്കുന്ന സിനിമ മൊത്തമായി വന്നാലേ മനസ്സിലാവുള്ളൂ. എന്നാലും ആ ചിരിക്ക് കൊടുക്കുന്ന ഒരു ഫീഡ് ഉണ്ടായിരിക്കുമല്ലോ, ആ ചിരിക്കാൻ വേണ്ടി ഒരു ഡയറക്ടർ ഒരു നടനോട് പറയുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ. ശരിക്കും പ്രതീക്ഷിച്ച ചിരി തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? അതെ, നമ്മൾ ഒരു കൈൻഡ് ഓഫ് ഇതാണ് ചെയ്തത്. പക്ഷെ എക്സാക്ട്ലി നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കത്തില്ല, അതിൻ്റെ വേറൊരു വേർഷൻ ആയിരിക്കും. പക്ഷെ വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. അതിനകത്ത് ഓക്കെ ആയിരുന്നു. കാരണം അദ്ദേഹം തരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു വേറൊരു ലെയർ ആയിരിക്കുമല്ലോ തരുന്നത്. അപ്പം എപ്പോഴും കഥാപാത്രത്തിൻ്റെ ഇന്നർ കോൺഫ്ലിക്റ്റോ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തായിട്ടായിരിക്കുമല്ലോ എന്തായാലും മുഖത്തൊരു സാധനം വരുന്നത്. അത് അങ്ങനെ തന്നെയാണ്. വിനായകൻ എന്നുള്ള നടനെ എടുത്ത് നോക്കുകയാണെങ്കിൽ മമ്മൂക്കയിൽ നിന്ന് വേറൊരു പോളിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ അദ്ദേഹം സിനിമകൾ അധികം കാണുന്നില്ല. അദ്ദേഹം വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കാണുന്നുള്ളൂ. ചിലപ്പോൾ അഭിനയിച്ച സിനിമകൾ പോലും അദ്ദേഹം കാണുന്നില്ല എന്നാണ് പറയുന്നത്.
അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് ഫിലിമുകൾ തൊട്ടിട്ട് സീരീസുകൾ വരെ സക്സഷൻ പോലുള്ള സീരീസ് ഒക്കെ അദ്ദേഹം ഫിലിമിലാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ നമ്മുടെ അടുത്ത് ക്രൗണൊക്കെ അദ്ദേഹത്തിന്റെ സജഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, എനിക്ക് നമ്മളിപ്പം നമ്മളിപ്പം പിന്നെ OTT-യിലൊക്കെ ഇറങ്ങിയിട്ടോ അല്ലാതെയൊക്കെ നമ്മൾ ഒരുപാട് ആഘോഷിക്കുന്ന ചെറിയ ചെറിയ സിനിമകൾ പോലും അദ്ദേഹം കാണാറുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ കോൺവെർസേഷനിൽ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിനായകൻ ഇപ്പുറത്ത് നിൽക്കുന്നു, മമ്മൂക്ക അപ്പുറത്ത് നിൽക്കുന്നു. ഈ രണ്ടുപേരും ആക്ടേഴ്സ് എന്നുള്ള രണ്ട് തരത്തിലാണ്. ഇവർ തമ്മിലുള്ള ബ്രീഫിംഗ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അപ്രോച്ച് സംവിധായകൻ എന്നുള്ള രീതിയിൽ എത്രമാത്രം വ്യത്യാസം? ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. രണ്ടുപേരുടെയും രീതികളും അവർ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതിൽ. പക്ഷേ ഇതിനകത്തൊരു കോമൺ ഫാക്ടർ പോലെ എനിക്ക് തോന്നിയത് വിനായകൻ ചേട്ടനും ഇതുപോലെ തന്നെ പിന്നെ അദ്ദേഹം ഒരുപാട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കുറേ ഓഫേഴ്സൊക്കെ വന്ന് അങ്ങനെയൊക്കെ പല ഭാഷയിൽ നിന്നൊക്കെ ഓഫേഴ്സൊക്കെ വരുന്ന ഒരു നമുക്കറിയാലോ, ജയിലറൊക്കെ വലിയ സക്സസ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ അദ്ദേഹം നമുക്കൊരു കിട്ടിയ ഒരു ഭാഗ്യം, അദ്ദേഹം ഇത് ചൂസ് ചെയ്ത് ഈ കഥയും കഥാപാത്രത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്യാൻ സമ്മതിച്ച് വന്നു. അദ്ദേഹം നമുക്കിവിടെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് മാറിയുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് അദ്ദേഹം ചെയ്താൽ പുതിയൊരു ഡയമെൻഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കൈൻഡ് ഓഫ് എക്സ്പെക്ടേഷൻ. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അദ്ദേഹവും കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കുറേ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിൽ ഞാൻ പോലും കുറച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സാധനം കൂടെ പിടിക്കുന്നുണ്ടല്ലോ എന്ന് അങ്ങനത്തെ രീതിയിൽ അദ്ദേഹം ഡീറ്റെയിലിങ്ങിൽ ശ്രദ്ധിച്ചിട്ടാണ് വന്ന് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ സംസാരത്തിലെല്ലാം ഇത് പറയുമായിരുന്നു, ഇങ്ങനെ സംഗതികളുണ്ട്, അത് ക്യാരക്ടർ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികളാണ്. അപ്പോൾ അതുപോലെ മനസ്സിലാക്കിയിട്ട് വന്നിട്ട് ആ പർട്ടിക്കുലർ സീൻ എന്താണ്, ആ സീനിൽ പറയുന്ന നമ്മുടെ മൈന്യൂട്ട് ഡയലോഗ്സിൽ പോലും അദ്ദേഹം കൃത്യമായിട്ട് നമ്മളൊരു കോൺവെർസേഷൻ നടത്തിയിട്ടാണ് നമ്മൾ ഷൂട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതൊരു രസമുള്ള ഒരു പ്രക്രിയയായിരുന്നു. അത്രയും വേറൊരു രീതിയിൽ അദ്ദേഹം നല്ലതായിട്ട് ഇൻവോൾവ് ആയിട്ട് നമ്മുടെ ഒരു പടത്തിൻ്റെ മൊത്തത്തിൽ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അത്ര ഇൻവോൾവ് ആയിട്ടാണ് ഇത് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലും ഈ പറയുന്ന അദ്ദേഹം സിനിമ കാണുന്ന കാര്യങ്ങളോ അതിനെപ്പറ്റിയൊന്നും നമുക്കങ്ങനെ ബേസിക്കലി അറിയില്ല. ബട്ട് ഈ പടത്തിൽ അദ്ദേഹത്തിന് ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര ഒരു രസമുള്ള രീതിയിലായിരുന്നു. അദ്ദേഹം എല്ലാ സീനിലും വന്ന് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് അതിൻ്റെ പെർഫോമൻസ് പരിപാടിയോട്ട് പോയിരുന്നത്. ഈ ലുക്സിലും ആ കഥാപാത്രം കൊണ്ട് നടക്കുന്ന ശീലങ്ങളെ പറ്റിയിട്ടും കൂടി അദ്ദേഹം അവെയർ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് തെക്ക് വടക്ക് എന്നുള്ള ഒരു സിനിമ, അപ്പോൾ അതിലെ ക്യാരക്ടറിന്റെ പേര് ചോദിക്കുമ്പോൾ സ്ഥിരമായി ഹിന്ദു പത്രം വായിക്കുന്ന, ഇംഗ്ലീഷ് പേപ്പേഴ്സ് വായിക്കുന്ന, ഇൻസൈഡ് ചെയ്യുന്ന, തേച്ച ഷർട്ട് ഇടുന്ന, സിസഫ് ഫിൽറ്റർ സിഗരറ്റ്സ് വലിക്കുന്ന, ഒരു ഷേവ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയും. ഇത്രയും ഡീറ്റെയിൽസാ ചോദ്യം ചോദിക്കുമ്പോഴേ കൂടി നമ്മുടെ അടുത്തേക്ക് പറയുന്നത്. ഈ ലുക്സില് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസിലൊക്കെ അദ്ദേഹം എത്രമാത്രം പെർട്ടിക്കുലറാണ്? ഇത് ഈ പറയുന്ന സാധനത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ സിനിമയിലും വന്നിട്ടുണ്ട്. മീൻസ് അത് കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു നടപ്പ് രീതി അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം അത്രയും ആത്മാർത്ഥതയോടെ സിനിമയെ സമീപിക്കുമ്പോഴാണല്ലോ നമ്മൾ ഇത്രയും മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റുന്നത്. അതിന്റെ ഇപ്പം ഈ പറയുന്ന പോലത്തെ പരിപാടികൾ നമ്മുടെ സിനിമയിൽ എങ്ങനെയാണെന്നുള്ളത് സിനിമ വരുമ്പോഴാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ നമുക്കും നമ്മുടെ സിനിമയിൽ ഉണ്ടായിരുന്നു. മൈന്യൂട്ട് ഈ പറയുന്ന കോസ്റ്റ്യൂമിലാണെങ്കിലും ലുക്ക് വൈസിലും ബാക്കിയുള്ള കാര്യങ്ങളിലും അത് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്.